ജനതാദളിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റാണ്. ഇത് ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പ്രദീപൻ മാസ്റ്റർ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. യൂസുഫ് അലി മടവൂർ യുവജനതയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റ് ശ്രീ അഷ്റഫും പങ്കെടുക്കുന്നുണ്ട്. കുവൈത്തിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ അനുശോചനം അറിയിക്കാം. അങ്ങനെ ഒരു സങ്കടാവസ്ഥയിലാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സ്ഥിതി വന്നത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അക്കാര്യത്തിൽ പങ്കുചേരുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അനുരണനം ആദ്യം ആരംഭിച്ചിരിക്കുന്നത് LDFിലാണ്. LDF ഇന്ന് പരിഭ്രാന്തിയിലാണ്. LDF ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് അതിന്റെ കൂടെയുള്ള ഘടകകക്ഷികൾ ധരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയപരമായ അഭിപ്രായം. ആ LDFിലെ ഘടകകക്ഷികളെ എടുത്തു നോക്കിയാൽ പല ഘടകകക്ഷികളും പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുന്നു എന്നതിന്റെ സൂചനകൾ. ഇത് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നത്, എക്കാലത്തും മനസ്സിലാക്കുന്നതും CPM തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അവകാശപ്പെട്ട 2 സീറ്റ്, അവർ മുന്നണിക്ക് അവകാശപ്പെട്ട 2 സീറ്റുകൾ, അവർക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് പോലും മാണി ഗ്രൂപ്പിന് കൊടുത്ത് സറണ്ടർ ചെയ്യേണ്ടുന്ന സ്ഥിതിയിലേക്ക് CPM എത്തിച്ചേർന്നത് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറ്റാരേക്കാളും CPM മനസ്സിലാക്കുന്നു എന്ന കാരണം